ഇന്ന് ആകെ സീനായിട്ടുള്ള ഞാൻ എന്താക്കുന്നറിയാം, ഞാൻ ഈ വെബ്സൈറ്റ് ഇങ്ങനെ തുറക്കാൻ പോകുന്നവരുണ്ട്, തുറക്കാൻ പറ്റുന്നില്ല. അന്നേരം ഈ 2 ദിവസമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഐഡിയ എല്ലാം ഇങ്ങനെ എടുത്തു വെക്കണം, ആ റിസീപ്റ്റ് എല്ലാം ഡിജിറ്റൽ റിസീപ്റ്റ് എല്ലാം നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കണം, പ്രൂഫാണ് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ആകെ ഇതായി. എന്നിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് അതിൻ്റെ ബില്ല് എടുത്ത് വെച്ചിട്ടില്ല. ഡിജിറ്റൽ ബില്ല്, ടാക്സ് അടിച്ച ബില്ലുണ്ടല്ലോ, എടുത്ത് വെച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എന്താക്കിയെന്നറിയാം, ഞാൻ പുറത്ത് പോയിട്ടുണ്ടായി, തിരിച്ചു വരുന്ന സമയത്തേക്ക് അത് എടുത്തു വെക്കാന്ന് പറഞ്ഞില്ലേ, എന്ത് കളിച്ചിട്ട് ഓപ്പൺ ആവുന്നില്ല. എൻ്റെ പണ്ടാരം പിടിച്ച ചങ്ങായിമാരെ ആകെ ടെൻഷൻ അടിച്ചു പോയി. എന്നിട്ട് ഞാൻ എന്താക്കിയെന്നറിയാം, ഞാൻ ഇങ്ങനെ പാനിക്കായിട്ട് നിൽക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേട്ടത്. എന്നിട്ട് വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം ഞാൻ എന്താ ചെയ്തേം കൂടി നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു തരാം, 2 മിനിറ്റ് പോയാലും പോട്ടെ. ഹായ് ഹൈറിസ് ഫാമിലി മെമ്പേഴ്സ്, കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തും അഡ്മിൻസിനും വ്യക്തിപരമായിട്ട് പല ഹൈറിസ് മെമ്പേഴ്സും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഹൈറിസിലെ ഐഡികളുണ്ട്. ഈ ഐഡികളൊക്കെ ഞാൻ അതിന് ഡിജിറ്റൽ റെസിപ്റ്റ് എടുത്തു വെച്ചിട്ടില്ല, അങ്ങനെ എടുത്തു വെക്കണം എന്ന് പറയുന്നു എന്നുള്ള രീതിയിലേക്ക് ചില സംശയങ്ങളാണ് പലരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരോട് ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വെബ്സൈറ്റിന് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും വരാൻ പോകുന്നില്ല. നിങ്ങളെ പാനിക്കാക്കാൻ വേണ്ടിയിട്ട് പല വ്യക്തികളും ഹൈറിച്ചിന്റെ വെബ്സൈറ്റ് ഇല്ലാതായി പോകും എന്ന് പറഞ്ഞുകൊണ്ടും അതില്ലാതായി പോകുമ്പോൾ നിങ്ങളുടെ പ്രൂഫുകളൊന്നും ലഭിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം മാത്രമാണ്. ഹൈറിച്ചിന്റെ വെബ്സൈറ്റിന് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഒന്നും സംഭവിക്കില്ല എന്ന് 100% ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോ കമ്പനി മുൻപേ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഏതൊരു വ്യക്തിയും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് വരുന്ന സമയം അദ്ദേഹത്തിന് കമ്പനി കൺസൈൻമെന്റ് ഡിജിറ്റൽ റിസീപ്റ്റ് നൽകും. ആ ഡിജിറ്റൽ റിസീപ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളത് കമ്പനി മുൻപേ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ എനിക്ക് 100-ലധികം ഐഡികളുണ്ട്. ഈ 100-ലധികം ഐഡികളും പ്രിന്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ഐഡിയിലും കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ആ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അത് എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവിടെയും ഞാൻ ഒരു കാരണവശാലും അതിനെ നിർബന്ധിക്കില്ല. കാരണം നമ്മളെ വെബ്സൈറ്റിൽ അത് വ്യക്തമായിട്ട് അവിടെ ഉണ്ടാവും. വെബ്സൈറ്റിന് ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പല നെഗറ്റീവ് ഗ്രൂപ്പുകളിലും വരുന്ന ചില വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ പാനിക്കാവുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വരുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ആരും തന്നെ പാനിക്കാവേണ്ട ആവശ്യകതയില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പാനിക്കായി പണ്ടാരടങ്ങി. എന്നിട്ട് ഞാൻ വേറൊരാളോട് ഞാൻ ചോദിച്ചു, എന്നിട്ട് അവർ പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നുണ്ടല്ലോ, ഒരു പ്രശ്നമില്ലാന്ന്. എന്നിട്ടല്ല എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്ത് എന്താ പറ്റിയെന്നറിയാം. എന്നോട് പാസ്വേഡ് ഉണ്ടല്ലോ, ഒരു ക്യാപിറ്റൽ ഇടേണ്ടതുണ്ട്, പക്ഷെ എന്നോട് ക്യാപിറ്റൽ ഇടാൻ വിട്ടുപോയി. ആകെ പണ്ടാരടങ്ങി. എന്നിട്ട് ഞാൻ എന്തൊക്കെ ശരിക്കും പാസ്വേഡ് എൻ്റെ ഗൂഗിൾ ക്രോമിൽ ഉണ്ടായിരുന്നു, സേവ്ഡ് പാസ്വേഡ്, അതെടുത്തിട്ട് ഇട്ട് നോക്കിയാലോ ഓപ്പൺ ആയി. പക്ഷെ വേറൊരു പ്രശ്നം നടന്ന അതിൻ്റെ ഇടയ്ക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ട്രാഫിക് കേട്ടോ ഈ വെബ്സൈറ്റിൽ. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറെ ആൾക്കാർ ഇതിൽ ഒരേ ടൈമിൽ കയറുന്നതുകൊണ്ടാണ് ഈ ട്രാഫിക് എന്ന്. എന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നം. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ശരിക്കും ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ ഐഡിയ എടുത്തു വെച്ചില്ല, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു വിധ പ്രശ്നമില്ല എന്ന് വെച്ചാൽ അത് സേവ്ഡ് ആണ്. പക്ഷെ വേറൊരു കാര്യം കൂടി എന്താ പറഞ്ഞേ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബില്ലുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് വെക്കാം. അങ്ങനെ പലരും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പ്രിന്റ് ചെയ്ത റിസീപ്റ്റ് തന്നെ വാറ്റ് അടക്കാണുള്ളത് കേട്ടോ. നാട്ടിലത്തെ വാറ്റ് ടാക്സ് അടച്ച ഇത് കൂടിയിട്ടാണുള്ളത്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെ നെഗറ്റിവിറ്റി, അത് വല്ലാതെ പണ്ടാരടങ്ങിയ നെഗറ്റിവിറ്റിയാണ്. ഞാൻ പറഞ്ഞതാ, ഞാൻ എന്നെ ഒരു ഗ്രൂപ്പിൽ കയറ്റി ആൾക്കാർ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ച മോശമില്ല, നമുക്ക് എന്തുണ്ടെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കറക്റ്റ് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ചില ആൾക്കാർ നെഗറ്റീവ് മാത്രമേ ഇടൂ. അത് സംഭവം എന്താ പറയുക, മൂപ്പര് വെളിയിൽ നിന്നുള്ള ആളാ, പുറത്തത്തെ ആളാ. അപ്പോ ഞാൻ ഐസായിട്ട് കുറച്ച് ദിവസം നോക്കി ഇതേ റൂട്ടിലാണ് പോകുന്നത്. ഞാൻ അതിന് സ്കൂട്ടായി. എനിക്ക് അങ്ങനത്തെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ 2 വശം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഓക്കെ. വെറും ഒരു വശം മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ നമ്മൾ നിൽക്കാനേ പാടില്ല. അവർ നമ്മളെ മനസ്സിലാക്കത്തേയില്ല. അത് ഈ ഹൈറിച്ച് കമ്പനി ആയിക്കോട്ടെ, സ്വയംകാരായിക്കോട്ടെ. പിന്നെ നെഗറ്റീവിനെ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ പാനിക് ആയതാണ് ആൾക്കാർ. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഒരു ഇഷ്യൂ ഇല്ല.
ഓൾ ദി ബെസ്റ്റ്.